ഹായ് ഹലോ നമസ്കാരം. നമുക്ക് അണ്ടർ 19 വനിതാ 2020 ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചാലോ? ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് അണ്ടർ 19 വനിതാ 2020 ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത് രണ്ടാമത്തെ എഡിഷനാണ് നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ പതിപ്പാണ് 2025 അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ലോകകപ്പിലെ കിരീട ജേതാക്കള് ഇന്ത്യയാണ് കിരീട ജേതാക്കള്. വേദി മലേഷ്യ ആയിരുന്നു. മലേഷ്യയിൽ വെച്ചിട്ടുള്ള ഈ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിലാണ്. കിരീട ജേതാക്കൾ ഇന്ത്യ, വേദി മലേഷ്യ. നെക്സ്റ്റ് അടുത്ത പോയിന്റ്, അണ്ടർ 19 ഇന്ത്യൻ വനിതാ 2020 ടീമിൻ്റെ ക്യാപ്റ്റൻ അത് നിക്കി പ്രസാദ് ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ പേര് എന്തായാലും നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെച്ചോളണം, ഗോൺഗാഡി തൃഷ. പേരെന്താണ്? ഗോൺഗാഡി തൃഷ. സംഭവം ഇതാണ്, ഫൈനലിലെ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൺഗാഡി തൃഷ തന്നെയാണ്. അതേപോലെ തന്നെ ടൂർണമെൻറ്റിൻ്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട താരം ചോദിച്ചു കഴിഞ്ഞാലും അതും ഗോൺഗാഡി തൃഷ തന്നെയാണ്. അതേപോലെ തന്നെ വനിതാ T20 ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി സെഞ്ചുറി നേടിയ താരം ചോദിച്ചു കഴിഞ്ഞാലും ഗോൺഗാഡി തൃഷ തന്നെയാണ്. അതായത് സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിൽ 53 പന്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം തൃഷ സെഞ്ചുറി കരസ്ഥമാക്കി. 53 പന്തിൽ സ്കോട്ട്ലൻഡിനെതിരെയാണ് സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുള്ളത് എന്ന കാര്യം ആലോചിച്ച് വെച്ചോളാം. നെക്സ്റ്റ് അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇതിനകത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരു മലയാളി താരമുണ്ടായിരുന്നു. ആ മലയാളി താരത്തിൻ്റെ പേരാണ് വിജെ ജോഷിത. വയനാടിൽ നിന്നുള്ള താരമാണ് വിജെ ജോഷിത. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ഇടം നേടിയ മലയാളി ക്രിക്കറ്റ് താരം അതാണ് ആര്? വിജെ ജോഷിത, വയനാടുകാരിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് ആലോചിച്ച് വെക്കുക. അടുത്ത പരീക്ഷയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്